RCBയും കൊൽക്കത്തയും ഫൈനൽ വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം RCB അതുപോലെ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ രാജസ്ഥാൻ RCB ടീമിനെ മലർത്തിയടിച്ചു. രാജസ്ഥാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. രാജസ്ഥാന് കപ്പ് നേടിയേ മടങ്ങാൻ സാധിക്കൂ. സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണെന്ന് കാഴ്ചവെച്ചത്. ഇന്നത്തെ രാജസ്ഥാന്റെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ശരിക്കും നാണം കെട്ട് പുറത്തായി. രാജസ്ഥാൻ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. ഇന്നത്തെ രാജസ്ഥാന്റെ കളി കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ടീം മികച്ചൊരു തിരിച്ചറിവാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയാണ് മികച്ചു നിന്നത്. രാജസ്ഥാൻ ഇന്ന് ജയിക്കാൻ കാരണം സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ ചില തന്ത്രങ്ങൾ ഞങ്ങളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. IPLന്റെ തുടക്കത്തിൽ രാജസ്ഥാൻ എങ്ങനെയാണ് കളിച്ചത് അതുപോലെയാണ് ഇന്ന് അവർ കളിച്ചിരിക്കുന്നത്. രാജസ്ഥാന്റെ തിരിച്ചുവരവ് ഗംഭീരമായിരിക്കുകയാണ്. സഞ്ജു എന്ന ക്യാപ്റ്റൻ മികച്ചവനാണ്. സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ വരെ ആക്കാൻ സാധിക്കും. സഞ്ജുവിനെ T20 ടീമിൽ ഉൾപ്പെടുത്തണം. സഞ്ജു ഉറപ്പായിട്ടും T20 ടീമിൽ ക്യാപ്റ്റൻ ആകണം. സഞ്ജുവിലൊരു നല്ല ഭാവി ഇന്ത്യക്കുണ്ട്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ട് മറ്റു താരങ്ങൾ പഠിക്കട്ടെ. രാജസ്ഥാൻ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. RCB മോശം കളിയാണെന്ന് കാഴ്ചവെച്ചത്. കളി ജയിച്ച രാജസ്ഥാൻ ടീമിനെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. രാജസ്ഥാന്റെ ഒരു ഒന്നൊന്നര തിരിച്ചുവരവായിരുന്നു ഇന്നത്തെ മാച്ച്. RCBയെ പോലും മലർത്തിയടിച്ചു. രാജസ്ഥാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അടുത്ത മാച്ചും ജയിച്ച് ഫൈനലിലെത്തും. ഫൈനലിൽ രാജസ്ഥാനും കൊൽക്കത്തയും വരുമെന്നാണ് ആരാധകർ പറയുന്നത്. രാജസ്ഥാൻ ടീം ബാറ്റിങ്ങിലാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ പോകുന്നുണ്ട്. ബൗളിംഗ് ഇപ്പോൾ മികച്ചതാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. RCBയെ ബൗളിങ്ങിലാണ് രാജസ്ഥാൻ ചുരുട്ടിക്കെട്ടിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.